ഓക്കെ, ഇന്ന് നമ്മള് മാത്സിലെ ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ ഇതാണ് പഠിക്കുന്നത്. ഇത് നമ്മള് LKG ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ചില ആളുകളൊക്കെ മറന്നു പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ബിഫോർ. ബിഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിന്റെ തൊട്ട് മുൻപുള്ള നമ്പർ ആയിരിക്കും മിസ്സിങ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 64. 64ന്റെ തൊട്ട് മുൻപ് ഏത് നമ്പർ ആയിരിക്കും? 63. വെരി ഗുഡ്, 63. അതെങ്ങനെ എഴുതാം? 63 എങ്ങനെ എഴുതും? 60 എന്ന് പറയുമ്പോ 6 എഴുതാം. 63 ആണ്, അപ്പോ 3 എഴുതാം. കണ്ടോ? 63, 64 കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്തത് 78. 78 ഇതിന്റെ ബിഫോർ നമ്പർ ആണ് മിസ്സിങ്. അതേതാണ് ഒന്ന് പറഞ്ഞേ? 78ന് തൊട്ട് മുൻപുള്ള നമ്പർ ഏതായിരിക്കും? 77. വെരി ഗുഡ്. അതെങ്ങനെ എഴുതാ? 70 എന്ന് പറയുമ്പോ ഏത് നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 7. വെരി ഗുഡ്, 77. അപ്പോ 7, 77, 78 കറക്റ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ ബിഫോർ ഇപ്പൊ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ആഫ്റ്റർ എങ്ങനെയാ വരുന്നത് നോക്കിയാലോ. ആഫ്റ്റർ എന്ന് പറയുമ്പോ ഇവിടെ തന്നിട്ടുള്ള നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ആയിരിക്കും മിസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതേ എഴുതി കൊടുക്കണം. 56 കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത്? 57. വെരി ഗുഡ്, 57. അത് എങ്ങനെ എഴുതും? 50 എന്ന് പറയുമ്പോ 5. വെരി ഗുഡ്, 57. 56, 57 കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്തത് 93 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 93, 94. വെരി ഗുഡ്. അതെങ്ങനെ എഴുതാ? 94 കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ബിറ്റ്വീൻ നോക്കിയാലോ. ഓക്കെ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിലെ നടുവിലെ നമ്പർ ആയിരിക്കും മിസ്സിങ്. ഇവിടെ നോക്കിയപ്പോൾ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നടുവിലെ നമ്പർ മിസ്സിങ് ആണ്. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, നോക്കിക്കേ, 67, 69 ഇതിന്റെ നടുവിലുള്ള നമ്പർ ആണ് മിസ്സിങ്. 67 കഴിഞ്ഞാൽ ഏതാണ്? 68 ഏതാണ്? 68. അതെങ്ങനെ എഴുതുക? 6, 8. ഇനി കറക്റ്റ് ആണോ നോക്കിക്കേ. 67, 68, 69 കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്തത് 81, 83 ഇതിന്റെ നടുവിലുള്ള നമ്പർ മിസ്സിംഗ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. 81, 82. വെരി ഗുഡ്. 82 എങ്ങനെ എഴുതാ? 82. ഓക്കെ, 81, 82, 83 കറക്റ്റ് ആയില്ലേ? ഓക്കെ, ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ ഈ ഭാഗത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. നമ്പേഴ്സുകൾ എഴുതുമ്പോൾ തെറ്റിപ്പോവാൻ പാടില്ല. അപ്പൊ നമ്പേഴ്സുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.